സാറേ ഒരു സംശയം ചോദിക്കുകയാണേ. അതായത് നമുക്ക് ഒരു പ്രാവശ്യം സിസേറിയൻ ഒരു പേഷ്യൻറ്റിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നോർമൽ ഡെലിവറി ആണോ അതോ സിസേറിയൻ തന്നെ വേണമെന്ന് 100% ഉറപ്പാണോ സാറേ? അപ്പോൾ ഒരു പ്രാവശ്യം പ്രസവിച്ച് സിസേറിയൻ ചെയ്ത ആൾക്കാർക്ക് അടുത്ത പ്രാവശ്യം സിസേറിയൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. മിനിമം നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അവർക്ക് വേണ്ട നോർമൽ ഡെലിവറിക്കാണ് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ എന്നാണ് പറയുന്നത്. ഞാൻ ഒത്തിരി വീഡിയോസ് ഒക്കെ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മിനിമം ഇതാണ് നമ്മൾ വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, ഒരു പ്രാവശ്യം വൺസ് സിസേറിയൻ ഓൾവേസ് സിസേറിയൻ. അങ്ങനെയല്ല, ആ ഒരു സിസ്റ്റം മാറി. അപ്പോൾ നമ്മൾ നല്ലൊരു ഫെസിലിറ്റി ഉള്ള ആശുപത്രി, അപ്പം ഒരു 24 hours നമുക്ക് ഫീറ്റൽ ആൻഡ് മദർ മോണിറ്ററിംഗ് ഉള്ള ഫെസിലിറ്റി വേണം. അതായത് വെൽ എക്യുപ്ഡ് ഹോസ്പിറ്റൽ ആയിരിക്കണം. ബിക്കോസ് എല്ലാ ഫെസിലിറ്റി അവിടെ വേണം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഇത് ഫുൾ ടൈം ഡ്യൂട്ടി ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, ഇവരൊക്കെ സേവനം എപ്പോഴും വേണം. അപ്പോൾ ഇത് നമ്മളൊരു മിനിമം ഗ്യാപ്പ് എന്ന് വെച്ചാൽ മിനിമം 2 years ഗ്യാപ്പ് വേണം. അപ്പോൾ ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ വർഷം സിസേറിയൻ പേഷ്യൻ്റ് ഈ വർഷം നമുക്ക് VBAC-ന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മളിത് എന്തിനാണ് ആദ്യത്തെ സിസേറിയൻ ചെയ്യണമെന്ന് നോക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ ഫസ്റ്റ് സിസേറിയൻ എന്തിനാണ് ചെയ്തത്? ഇപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് മറ്റേണൽ ഫീറ്റ്. അപ്പം മിക്കവാറും നമുക്ക് ഫീറ്റൽ ഡിസ്ട്രസ്, അതായത് പെട്ടെന്ന് നമ്മൾ ലേബർ സമയത്ത് കൊച്ചിന് ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ട് സിസേറിയൻ ചെയ്യുന്ന കേസ്, അങ്ങനെയുള്ള കേസൊക്കെയാണ് നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം നോർമൽ ഡെലിവറി വെക്കാം. പിന്നെ നമുക്ക് ഈ പ്രസവ സമയത്ത് കുറച്ചെങ്കിലൊക്കെ വേദന ഉണ്ടായിട്ടൊക്കെ സിസേറിയൻ ചെയ്താണെങ്കിൽ അവർക്ക് അടുത്ത പ്രാവശ്യം ഈ സക്സസ് ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഈ 2 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതെന്ന് വെച്ചാൽ നമുക്കൊരു മിനിമം ഒരു 2 years ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്രസിനകത്ത് നമ്മൾ സിസേറിയൻ്റെ സമയത്ത് യൂട്രസ് മുറിച്ചിട്ടല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റിച്ചിന്റെ അവസാനം ഉണ്ടാകുന്ന സ്കാർ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ സ്കാർ നല്ല ഹെൽത്തി ഇന്റഗ്രിറ്റി ഒക്കെ വേണ്ടി നമ്മളൊരു മിനിമം 2 years വേണമെന്ന് പറയുന്നത്. ഈ മുറിവ് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യണം. അപ്പം നമ്മൾക്ക് 1 വർഷമൊക്കെ കഴിഞ്ഞൊരു സിസേറിയൻ അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ അത് ഇപ്പം മെയിനായിട്ട് സിസേറിയനെ നമ്മൾ VBAC-ന് അറ്റൻഡ് ചെയ്തൊക്കെയുള്ള പ്രശ്നം വെച്ചാൽ ഈ സ്കാർ ഉണ്ടല്ലോ, നല്ല കൺട്രാക്ഷൻ പെയിൻ വരുമ്പോഴത്തേക്ക് സ്കാർ പൊട്ടിപ്പോകും. അത് നമ്മൾ സ്കാർ റപ്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഈ സ്കാർ റപ്ചറിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും പേടിയാ. പെയിൻ വരുമ്പോഴത്തേക്ക് സ്കാർ പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് സിസേറിയൻ ബേബിനെ എടുക്കണം, അല്ലെങ്കിൽ ബേബിക്ക് ഫീറ്റൽ. അതുകൊണ്ടാണ് സാർ പറഞ്ഞ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പെട്ടെന്ന് എമർജൻസി വന്നു കഴിഞ്ഞാൽ അന്നേരം വീണ്ടും സിസേറിയൻ ചെയ്യാനുള്ള. പിന്നെ നമ്മൾ ഈ ഡ്യൂറിംഗ് ലേബർ നമ്മൾ ഇൻട്രാപാർട്ട് നമ്മൾ നല്ല മോണിറ്ററിംഗ് ആണ്. എന്ന് വെച്ചാൽ സ്കാർ റപ്ചറിന്റെ ചില സൈൻസ് ഉണ്ട്, അത് നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യാം. ലൈക്ക് വജൈനയിൽ കൂടി എക്സസ് ബ്ലീഡിംഗ് ഉണ്ടാവുക, പിന്നെ കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് ക്രമാതീതമായിട്ട് താഴുക, ഒത്തിരി ടാക്കിക്കാർഡി ഉണ്ടാകുക, പിന്നെ നമ്മുടെ സ്കാറിൻ്റെ അവിടെ നല്ല ടെൻഡർനെസ് ഉണ്ടാകുക. പിന്നെ നമ്മുടെ ചിലപ്പോൾ ഈ സ്കാർ പൊട്ടുകയാണെങ്കിൽ നമ്മുടെ യൂട്രസിൻ്റെ കോണ്ടറിനൊക്കെ കുറച്ച് വ്യത്യാസം വരും. അപ്പോഴത്തേക്ക് അങ്ങനെ സയൻസ് നമ്മളൊരു ഫുൾ ടൈം മോണിറ്ററിങ് കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ എമർജൻസി ആയിട്ട് സിസേറിയൻ എടുക്കാം. അല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബേബിക്കും പ്രശ്നം വരും, പിന്നെ ചിലപ്പം ഓവർ ബ്ലീഡിംഗ് ആയിട്ട് ചിലപ്പോൾ ഹിസ്റ്റക്ടമി അനുബന്ധ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വേണ്ടി വന്നേക്കാം. അപ്പം ഒരു VBAC-ന് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ടുപേരെയും വിളിച്ചിട്ട് ഇപ്പോഴത്തെ കാലത്ത് അവരെ മാത്രമല്ല അവർ റിലേറ്റീവ്സും വിളിച്ച് പറയണം. അല്ലെങ്കിൽ ഇപ്പം അവർ സംബന്ധിച്ചിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ചിലപ്പോൾ കുറച്ച് സമയം അവരുടെ ബൈസ്റ്റാൻഡർ ആയിരിക്കും വരുന്നത്, ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കൺസെൻറ്റ് വേണം. അപ്പോൾ പേഷ്യൻറ്റും ഹസ്ബൻഡും ഉണ്ടെങ്കിൽ നമ്മൾ അവർ റിലേറ്റീവ്സോട് നിങ്ങൾ കാര്യങ്ങൾ പറയണം. അല്ലെങ്കിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന വേറെയുള്ള ആൾക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പ്രോപ്പർ കൗൺസിലിംഗ്, പ്രോപ്പർ കെയറാണ്. നമ്മൾ സ്റ്റഡീസൊക്കെ പറയുന്നത് 60 to 80% ആൾക്കാരും പ്രസവിക്കുന്നു പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ റിസ്ക് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ പിന്നെ സേഫായിട്ട് എങ്ങനെ സിസേറിയൻ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ അപ്പം വേറെ ഇതിനോട് കൂടെ തന്നെയുള്ളൊരു ഡൗട്ടാണ്. നമ്മൾ VBAC ഇപ്പം ഒരു പേഷ്യൻറ്റിനെ സാർ ട്രൈ ചെയ്യാൻ പോവാണ്, അപ്പോഴത്തേക്കും ഇവരോട് എത്രാമത്തെ വീക്കിൽ അല്ലെങ്കിൽ എത്രാമത്തെ മാസം, അതായത് എത്രാം വീക്കിൽ അഡ്മിറ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആകാൻ പറയുന്നത്? ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പം മിക്കവാറും സ്പോണ്ടേനിയസ് ഓൺസെറ്റ് ഓഫ് പെയിൻ ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ 40 weeks അല്ല നമ്മൾ നമ്മൾ ആ അവസാനത്തെ സമയത്തൊക്കെ നമ്മൾ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചെക്കപ്പ് വേണം. അപ്പോൾ ഞാനൊക്കെയാണ് ഒരു 39 weeks അഡ്മിറ്റ് ആകും. 39 weeks അഡ്മിറ്റ് ആക്കിയിട്ട് നമ്മൾ പെയിൻ ഇൻഡ്യൂസ് ചെയ്യും. അപ്പം പെയിൻ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലേബർ ഇൻഡക്ഷൻ ഒത്തിരി ഡ്രഗ്സ് ഉണ്ട്, ലൈക്ക് മീസോപ്രോസ്റ്റ് ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്, പിന്നെ ജെല്ലുകളുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഇങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ അങ്ങനെയുള്ള ഓറലിയോ വജൈനലിയോ കൊടുക്കുന്ന ഓറൽ ടാബ്ലറ്റ്സോ വജൈനൽ മെഡിസിൻസ് ഒന്നും വെക്കത്തില്ല. ബിക്കോസ് അത് വെക്കുമ്പോഴത്തേക്കും യൂട്രസിന് ഒത്തിരി കൺട്രാക്ഷൻ വരും. അപ്പം ഞാനൊക്കെ ചെയ്യുന്ന 39 weeksനൊന്ന് അഡ്മിറ്റ് ആക്കിയിട്ട് വിൽ ഡു എ പെർവജൈനൽ എക്സാമിനേഷൻ. എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ഗർഭാശയം വികസിച്ചിട്ടൊന്നുമില്ലെങ്കിൽ നമ്മൾ ഫോളിസ് കത്തീറ്റർ വെച്ചിട്ട് ഇൻഡക്ഷൻ, ഫോളിസ് ഇൻഡക്ഷൻ ഉണ്ട്. ഗർഭാശയം ഒരു കത്തീറ്റർ ഒരു ബൾബ് ഇട്ട് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഈ പിറ്റോസിൻ ഓക്സിറ്റോസിൻ ഡ്രിപ്പിനകത്തിട്ട് പതുക്കെ പെയിൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് പെയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ
ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ ഫ്ലൂയിഡ് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ പിറ്റോസിനെ ആക്സലറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് വളരെ സ്ലോ ആയിട്ട് എന്നാൽ ഭയങ്കര മോണിറ്ററിംഗിൽ ചെയ്യുന്ന പരിപാടിയാണ്. ചില പേഷ്യൻസ് ഒക്കെ നമ്മൾ 38 വീക്സിലൊക്കെ 39 വീക്സിൽ സിസേറിയൻ ചെയ്യുമ്പോഴത്തേക്കും ഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ സ്കാർ ഭയങ്കര തീണ്ടൗട്ട് ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലായി ദൈവം ഇതിന് വീബാക്ക് പണിയാവുമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ അവസാനത്തെ സമയത്ത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്ററിങ് പിന്നെ സ്കാൻ ചെയ്ത് എസ്റ്റിമേറ്റ് ഫീറ്റ് നോക്കണം. അപ്പോൾ എൻ്റെ ഒരു ഒരു 3,200 ഓപ്റ്റിമം. ഇപ്പോൾ ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ ഒരു 3.5 അല്ലെങ്കിൽ ഒരു 3.2 3.5 ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ നമ്മുടെ ഒരു പ്രോപ്പറായിട്ട് ഒരു പെൽവിക് അസസ്മെന്റ് വേണം. ഈ 3 കിലോ അല്ലെ 3,200 കിലോ ഉള്ള ബേബിക്ക് ഈ പെൽവിസി കൂടെ അഡിക്കേറ്റ് ആയിട്ട് കടന്നു വരാൻ സ്ഥലം. പിന്നെ നമ്മൾ ബേബി ഫുള്ളാവുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ഫണ്ടൽ പ്രഷർ ഒന്നും ഒത്തിരി കൊടുക്കത്തില്ല. സ്ട്രെയിനിങ് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഹെൽപ്പ് ഔട്ട് ചെയ്യും. ലൈക്ക് വാക്യൂം ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോഴ്സ് കിട്ടി പെട്ടെന്ന് അങ്ങോട്ട് ഡെലിവറി ആക്കും. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്കാർ ഓരോ സ്കാർ ഉണ്ടല്ലോ അതുമെല്ലാം ഗീവ് അവേ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ PV ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അസസ് ചെയ്യാം. ചിലപ്പോൾ ഡെലിവറി കഴിയുമ്പോഴത്തേക്കായിരിക്കും സ്കാർ പോകുന്നത്. ബേബി ഒന്നും ക്ലാസ്സിൻ്റെ ഒന്നും ചിലപ്പോൾ ആ കൂടെ ആയിരിക്കും സ്കാർ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കില്ല അത് നമ്മൾ പോസ്റ്റപ്പ് ആയിരിക്കും പേഷ്യൻ്റ് പ്രശ്നമാണ് ബ്ലീഡിങ് വരും. അപ്പോൾ പിന്നെ എമർജൻസി ആയിട്ട് സർജറി ചെയ്ത് ലാപ്രോട്ടമി ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം പിന്നെ അപ്പോൾ തന്നെ ഡെലിവറി സമയത്ത് തന്നെ നമ്മൾ സ്കാറൊക്കെ ഇൻറ്റഗ്രിറ്റി ഒക്കെ ഒന്ന് നോക്കും. സാർ ഒരു കാര്യം കൂടെ, നമ്മൾ ഇപ്പം VBAC ചെയ്യാമെന്ന് പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും കണ്ടീഷനിൽ VBAC ട്രൈ ചെയ്യരുതെന്ന് പറയാൻ അങ്ങനെയുള്ള ഏതെങ്കിലും കണ്ടീഷൻസ് ഉണ്ടല്ലേ? അപ്പോൾ ഞാൻ പറയാം, എൻ്റെ ഒരു അഭിപ്രായത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതേ പ്രീവിയസ് ഓപ്പറേഷൻ നോട്ട് നോക്കണം. ഇപ്പോൾ ചില പേഷ്യൻസിന് അതായത് സെർവിക്സ് ഫുള്ളി ഡയലേറ്റഡ് ആയിട്ട് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യും, ബേബി സ്റ്റക്കായിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള കേസിലൊക്കെ ആണെങ്കിൽ ഇവരുടെ എമർജൻസി അതായത് ഫുള്ളി ഡയലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന സിസേറിയൻസിലൊക്കെ ഓൾവേസ് ആ സ്കാർ അത്ര ഹെൽത്തി ആയിരിക്കത്തില്ല. ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ അത് റിസ്ക് ബിസിനസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ സിസേറിനൊക്കെ 4-5 സെന്റിമീറ്റർ ഒക്കെ കുറച്ചൊക്കെ പെയിൻ ഒക്കെ വന്നു, പക്ഷേ ഡയലറ്റ് ആവുന്നില്ല. 5-6 സെന്റിമീറ്റർ അങ്ങനെയുള്ള പേഷ്യൻസ് ഒന്നും വലിയ കുഴപ്പമില്ല. അപ്പം കുറച്ചൊരു ലേബർ പെയിൻ സഹിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് VBAC അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആകാൻ സാധ്യത കൂടുതലാണ്. അതേസമയം നമ്മൾ ചിലപ്പോൾ ലേബർ പെയിൻ ഇൻഡ്യൂസ് ചെയ്തു, ഒട്ടും പെയിനില്ല, സെർവിക്സ് ഒന്നും ഒട്ടും ഡയലേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള പേഷ്യന് രണ്ടാമത്തെ VBAC അറ്റംപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് ഫെയിൽ ആവും. പിന്നെ അതുപോലെ സാറേ ഇപ്പം ചില മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ സാറേ, നമ്മളിപ്പം ജസ്റ്റേഷൻ ഡയബറ്റീസ് അവർക്കൊക്കെ നമുക്ക് ഒരു ഇതിൻ്റെ കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രീവിയസ് സീസണിലൂടെ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അങ്ങനെ എന്തൊരു മറ്റേ ഡിസീസോ, പിന്നെ അല്ലെങ്കിൽ ഒരു ഇപ്പം ഫസ്റ്റ് സിസേറിയൻ ഒരു 10 വർഷം മുമ്പ് കഴിഞ്ഞു, ആ പേഷ്യൻ്റ് ഇപ്പോൾ ഒരു പ്ലേറ്റ്ലെറ്റ് കുറയുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു മറ്റേ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് സീസണിലൂടെ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻസ് ബെറ്റർ നോട്ട് ടു അറ്റൻഡ് ഫോർ VBAC. ഓ അങ്ങനെയാണല്ലേ. അപ്പോൾ ഈ ഇങ്ങനെ GDM ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതാണ് കുറച്ചും കൂടെ സേഫ്. അതും അൺകോംപ്ലിക്കേഷൻ ഈ മറ്റേ ഞാൻ പറഞ്ഞ പോലെ ക്രൈറ്റീരിയാസ്, പിന്നെ പഴയ ഓപ്പറേഷൻ നോട്ട്. ഇപ്പോൾ പഴയ ഓപ്പറേഷൻ നോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പം ബേബീനെ എടുക്കാൻ സ്ട്രഗിൾ ചെയ്തു, ചിലപ്പോൾ യൂട്ടസിലുള്ള ഇൻസിഷൻ വെർട്ടിക്കലാക്കി. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ബേബി എടുക്കുമ്പോൾ ഈ ട്രാൻസ്ഫർ പറ്റത്തില്ല. അപ്പം ബേബി സുഖമായിട്ട് വരാൻ വേണ്ടി നമ്മൾ ഇൻവേർട്ടഡ് T ഇൻസിഷൻ ഒക്കെ ഇടും. പിന്നെ നമ്മുടെ ലോവർ സെഗ്മെന്റിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള VBACന് വെക്കത്തില്ല, അതൊക്കെ റിസ്കി ബിസിനസ് ആകും. അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പറായിട്ട് ഹിസ്റ്ററി എടുക്കണം, പ്രോപ്പർ കൗൺസിലിങ്, അവരൊരു സമ്മതം, ഇതാണ് ഇത് കീ. പിന്നെ ഏതിനും നമുക്കൊരു പേഷ്യൻ്റ് ഒരു വില്ലിങ്നെസ് വേണം. എൻ്റെ അടുത്തൊക്കെ ചില പേഷ്യൻ്റ് അപ്പോൾ അവർക്ക് അത് വേണമെന്ന് തന്നെ പറയും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻ്റ് ഇത് ഡിറ്റർമിൻ ആയിട്ട് വരിക, നമ്മൾ അവരുടെ കാര്യങ്ങൾ പറയുക, അവർ ചെയ്യണം, നമ്മൾ റെഡിയാണ്. പക്ഷേ ഇതാ പേഷ്യൻ്റെ വില്ലിങ്നെസ്സും ഡോക്ടറിൻ്റെ ഒരു ധൈര്യം, പിന്നെ ബാക്കിയെല്ലാം കൂടി നോക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു സക്സസ് കഴിക്കുന്നത്. എല്ലാവർക്കും സക്സസ് ആകത്തില്ല, എന്നാലും മോശത്തെ ആൾക്കാരാകും. പക്ഷേ നമ്മുടെ നാട്ടിൽ റിസ്ക് എടുക്കാൻ എല്ലാവർക്കും പേടിയാണ്. എല്ലാവർക്കും റിസ്ക് എടുക്കും, ചെറിയ റിസ്ക് വരുമ്പോൾ തന്നെ അവർക്ക് പേടിയായിരിക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ സാറേ, നമ്മളിപ്പം പേഷ്യൻ്റ് കൺട്രോൾ അനാൽജസിയ പറയാറുണ്ട്. അപ്പോൾ ഈ VBAC ചെയ്യുന്നവർക്ക് പേഷ്യൻ്റ് കൺട്രോൾ അനാൽജസിയ നമുക്ക് കൊടുക്കാൻ പറ്റും. കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോൾ വേണം സീസൺ ആവുമല്ലോ, അപ്പോൾ ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പേഷ്യൻ്റ് സത്യം പറഞ്ഞാൽ പെയിനും നമ്മൾ അത് പ്രശ്നവും ഇല്ല. സത്യം പറഞ്ഞാൽ ഈ പേഷ്യൻ്റ് കൺട്രോൾ അനാൽജസിക്ക് ഒന്നും നമുക്ക് VBACന് പ്രശ്നമില്ല അല്ലേ? എൻ്റെ അടുത്തൊക്കെ ഒരു മാസം ഒരു 2-3 മാസം കൊണ്ട് 3-4 പേരൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഇന്നാളൊരു പേഷ്യൻ്റ് ആയിരുന്നു, ഫസ്റ്റ് സിസേറിയൻ, സെക്കൻഡും തേർഡും VBAC ആയിരുന്നു. VBAC എൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഫസ്റ്റ് സിസേറിയൻ വേറെ സ്ഥലത്ത്, സെക്കൻഡ് അവർ എൻ്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞു വന്നു. ഇപ്പോൾ നമ്മൾ സെക്കൻഡും ആയി, പിന്നെ തേർഡ് ഈയിടെ ആയി. അപ്പോൾ അത് തേർഡ് കുറച്ച് പ്രീ ടൈം ആയിട്ടായി, 34 വീക്സിലായി. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലോ. ഓക്കെ സാർ. അപ്പം VBACന് ഇപ്പം ട്രൈ ചെയ്യുന്ന പേരൻസ് അല്ലെങ്കിൽ നമ്മൾ VBACന് പോകുന്ന പേഷ്യൻസിനോട് സാറിന് വേറെ
വേറെ എന്തെങ്കിലും അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ ഇത് പേടിക്കേണ്ടതല്ല, നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് നടത്തി അങ്ങനെ അതിനങ്ങനെ ഇത് നമ്മളൊരു അവരോട് പറയുന്നത് എനിക്ക് പറയാൻ പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ്, ഇതിന്റെ കാര്യങ്ങളും കോംപ്ലിക്കേഷൻസ് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. പേഷ്യൻസിന് ഒരു ധൈര്യമാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അവർക്ക് പേടിയാണ്, പാനിക്കാണ്, കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് ഓർത്തിരുന്നാൽ പിന്നെ പ്രശ്നമാണ്. അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർക്കൊരു ധൈര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. സാറേ എപ്പോഴും ഈ ഇത് വി ബാക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം നമുക്ക് ഒന്നാമത് നമ്മുടെ സിസേറിയൻ സെക്ഷൻ കൂടുതലാണെന്നല്ല, അതിന് ഇൻഷുറൻസ് കുറയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ നാട്ടിൽ സിസേറിയൻ സെക്ഷൻ്റെ ഇൻഷുറൻസ് കൂടാനുള്ള മെയിൻ കാരണം പ്രീവിയസ് സിസേറിനാണ്. അപ്പോൾ പ്രീവിയസ് സിസേറിന് നമ്മളെല്ലാവരും ഇപ്പം ഞാനാണെങ്കിലും മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ റിസ്ക് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാകുമ്പം കൂടുതലും സിസേറിന് ചെയ്യുന്നത്. അപ്പം സിസേറിൻ്റെ ഇൻഷുറൻസ് കൂടാനുള്ള കാരണം പ്രീവിയസ് സിസേറാണ്. അപ്പോൾ പ്രീവിയസ് സിസേറിൻ കുറച്ച് വി ബാക്ക് ആയി കഴിഞ്ഞാൽ സിസേറിന് ഇൻഷുറൻസ് കുറയ്ക്കാം. പിന്നെ പെട്ടെന്ന് നമുക്ക് നോർമൽ ആക്ടിവിറ്റീസിലൊക്കെ റീഗെയിൻ ചെയ്യാൻ പറ്റും. പ്രത്യേക നമുക്ക് നോർമൽ ആക്ടിവിറ്റീസ് എത്രയും പെട്ടെന്ന് അങ്ങനെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. പിന്നെ കോസ്റ്റും കുറയുമായിരിക്കും അല്ലേ സാറേ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ, കുറച്ചുകൂടെ മറ്റേ നോർമൽ മദറും ബേബി ആയിട്ടുള്ള ബോണ്ടിങ്. പക്ഷെ കോംപ്ലിക്കേഷൻ വന്നാൽ പ്രശ്നമാണ്. നമ്മൾ എപ്പോഴും ഒരു നല്ല ഏറ്റവും നല്ല വശങ്ങളുണ്ട്. അതെ, നല്ല സെന്ററിൽ ഇതിനെ ഓപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതിന് റിസ്ക് എടുക്കുക, പിന്നെ ഒരു പ്രത്യേക ടീം അതിനെപ്പോഴും നോക്കിയിരിക്കുക. അതാണ് എക്സ്പീരിയൻസ്ഡ് ആണ് അത് എപ്പോഴും ഒരു ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പം പേഷ്യൻസിനൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. പക്ഷെ അവരിപ്പോൾ ഡോക്ടർ റിസ്ക് എടുക്കാൻ തരികയാണ്, റെഡി ആവുക. പക്ഷെ അവരായിട്ട് റിസ്ക് എടുക്കത്തില്ല, പേടിയാണ്. അതെ 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 നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ റിസ്ക് എടുത്തില്ലെങ്കിൽ നമുക്കത് ലിറ്റിഗേഷനുകൾ കൂടുതലല്ലേ. അതുകൊണ്ട് നമ്മളിതെല്ലാം സമ്മതപത്രം മേടിച്ച് ഒപ്പിടണം, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ ഇപ്പോഴും മോസ്റ്റ് ഓഫ് ദ പേഷ്യന്റ് ഡോക്ടർ പറയണ ഒരു സമയക്കും, ഡോക്ടർ വേണ്ടെന്ന് പറയണ ഓക്കെ അവരായിട്ട് പറയത്തില്ല. സാർ കൗൺസിലിംഗ് ചെയ്യാറുണ്ട് ഇതിന് വേണ്ടി അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ കൂടുതൽ പ്രൊമോട്ട് അങ്ങനെ അതിനെ എങ്ങനെ സാർ? അതിന് ഞാനിപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നവർക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം ഞാനിത് ബാക്ക് ട്രൈ ചെയ്ത് കൂടെ ഞാനിപ്പോൾ ചോദിക്കാറില്ല. ബിക്കോസ് അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മളായിട്ട് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ ഒരു ആവശ്യമായിട്ടായിരിക്കും എടുക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്തൊരു പേഷ്യന്റ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ കൗൺസിൽ അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് അറ്റംപ്റ്റ് ചെയ്യും. അങ്ങനെയാണ്. അല്ല ഞാനായിട്ട് അങ്ങനെ പ്രൊമോട്ട്, ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഈയിടെ ഒരു ആലപ്പുഴ എന്നൊരു പേഷ്യന്റ്, കുറേ പേഷ്യൻസ് എൻ്റെ വീഡിയോ ഉണ്ടെന്ന്, അത് കുറേ പേരൊക്കെ പ്രസവിച്ച് പോയി. ഈ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് പോയി. അപ്പോൾ ഇതിനകത്തൊരു പിന്നെ എല്ലാം നമ്മളിപ്പോൾ മെഡിക്കൽ സയൻസ് അല്ലേ, എല്ലാം നമ്മൾ പറയുന്ന പോലെ ആയിരിക്കത്തില്ല. ഇതിനകത്തൊരു ഭാഗ്യവും നിർഭാഗ്യവും എല്ലാം ഉണ്ടാവില്ല. ഒരു പിന്നെ നമ്മളിപ്പോൾ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇതിന്റെ ഒരു ഇതായിട്ട് നിൽക്കുന്നതിന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് ഇറങ്ങി ചെയ്യുന്നത് അതിന് നമ്മുടെ ഒരു ബോധമാണ്. നമ്മളൊരു മനസ്സെപ്പോഴും അതിനകത്ത് വേണം. ആ പേഷ്യന്റ് ഇതുണ്ടാകുക, നമ്മളത് പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇപ്പം ബി ബാക്ക് അറ്റംപ്റ്റ് ചെയ്യണം, നമ്മളൊരു 5 സെന്റിമീറ്റർ നമുക്ക് തോന്നുക ഇത് ബേബിക്ക് ഇത്തിരി സൈസ് കൂടുതലുണ്ട്, അത് ഇത്തിരി വെച്ചാൽ ഇത്തിരി പ്രശ്നമാണ്, നമുക്ക് അന്ന് അറ്റംപ്റ്റ് അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഗോ ഹെഡ്, അത്രേ ഉള്ളൂ. ഓക്കെ സാർ, ശരി ശരി.